സ്വാമി. ആ വരിക, ഇരിക്ക. എന്താ പ്രശ്നം? പറഞ്ഞോളുക. ഈയിടെയായിട്ട് മൊത്തം പ്രശ്നങ്ങളാ സ്വാമി. കടം കയറി മുടിയാറായി. നാട്ടിൽ ചോദിച്ചപ്പോൾ ഇവിടെ വന്നിട്ട് വരകുണൻ സ്വാമീനെ കാണാനാ എല്ലാവരും പറയുന്നത്. പരിഭ്രമം ലേശം വേണ്ട, എല്ലാത്തിനും നമുക്കിവിടെ പരിഹാരമുണ്ട്. നാം ആദ്യം ഒന്ന് ഗണിച്ചു നോക്കട്ടെ. തൊലിച്ചു വെച്ച കടലയാണല്ലോ, ഇതുകൊണ്ട് ഗണിച്ചാൽ വല്ലതും നടക്കുമോ? സ്വാമി അത് കാര്യമാക്കണ്ട. ഇവൻ വാ തുറന്നിട്ടുണ്ടെങ്കിൽ പിഴച്ച വർത്താനം മാത്രമേ പറയത്തുള്ളൂ. സ്വാമി ഇതിൻ്റെ അകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവൻ എൻ്റെ മകൻ തന്നെയാണെന്ന് അറിയാൻ പറ്റുമോ? ഞാനിവിടെ DNA ടെസ്റ്റ് നടത്തുമല്ല, ഇത് കബഡിയാ. ഇയാൾ അവിടെ ഇരുന്ന് കബഡി കളിക്കാതെ പെട്ടെന്നൊന്ന് ഗണിച്ചു നോക്ക്. ഒരു അമ്മ കടയിൽ പോയി ഒരു ഡസൻ വള വാങ്ങി. വളയുടെ നിറം എന്ത്? ചുവപ്പ്. ചുവപ്പല്ല, ചുമപ്പ്. ഇതിൻ്റെ അകത്ത് ഈ കളി ഉണ്ടായിരുന്നോ? വെറുതെ അല്ല കുണച്ചു വർത്താനം പറയുന്നത്. ഓം അൽപൃഷ്ടം ദൃഷ്ടമാത്രേ വരരുചി നവ വിക്രമസ്യ. വിക്രമാദിത്യ വര കൊണസ്യ ശീക്രം എന്നും പറയാറുണ്ട്. അത് നീ പറയണ്ട, അത് ഞാൻ പറഞ്ഞോളാം. ഞാനിവിടെ ഉമ്പാനിരിക്കുന്നതല്ല സ്വാമി. ഓം ശാന്തി. ഒരു നിമിഷം പഴയ ഞാനാന്ന് ഓർത്തു. നിങ്ങൾക്കറിയാമോ, എന്നെ പണ്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളുന്നില്ലായിരുന്നു. സ്വാമി ഈ അവിഹിതങ്ങളൊക്കെ ഒഴിപ്പിക്കാറുണ്ടോ? വാ, എത്രണ്ണം ഒഴിപ്പിച്ചിട്ടുണ്ടാവും? ഞാനൊരു 10-100 ഒഴിപ്പിച്ചിട്ടുണ്ട്. താൻ കാര്യം പറയാ. സ്വാമി ഇവനാണെങ്കിലുണ്ടല്ലോ, വയസ്സും പ്രായമൊക്കെ കുറേ ആയി, പെണ്ണ് കിട്ടിയിട്ടില്ല. സ്വാമി ഒഴിപ്പിച്ചു വിട്ട ഏതെങ്കിലും അവിഹിതം ഉണ്ടെങ്കിൽ അതിലൊരുത്തിന് ഇവന് സെറ്റപ്പാക്കി കൊടുക്കാമോ? അത് മാത്രമല്ല, ഞാനൊരു ദിവ്യഗർഭം കൂടെ ഉണ്ടാക്കി കൊടുക്കാം. ഞാനിവിടെ മാട്രിമോണി നടത്തുമല്ല. തൽക്കാലം ഒരു കാര്യം ചെയ്യുക, ഇത് കൊണ്ടൊന്ന് വീടിന്റെ വടക്കേ അറ്റത്ത് കൊണ്ട് കുഴിച്ചിടുക. എന്നിട്ട് ഇത് തെക്കേ അറ്റത്ത് പോയി കുനിഞ്ഞിരിക്കുക. എന്നിട്ട് 7 ദിവസം ഇത് ആവർത്തിക്കുക. അപ്പൊ പെണ്ണ് കിട്ടുമോ സ്വാമി? പെണ്ണ് മാത്രമല്ല, അവളുടെ തള്ളയും പൊട്ടിപ്പോയി. ആ ദാക്ഷായണി മരിച്ച പിന്നെ എനിക്കും ഒരു കൂട്ടായല്ലോ. പരമഗുരുവേ നമസ്കാരം. വാടാ.